അഞ്ജലി, എന്തിനാ കരയുന്നു? രാഹുൽ ഇപ്പോഴും സംശയം മാറിയിട്ടില്ല. ഇങ്ങനെയാണെങ്കിൽ വിവാഹശേഷം എനിക്കിവിടെ സന്തോഷത്തോടെ കഴിയാൻ പറ്റുമോ? ഇപ്പൊ എന്താ ഉണ്ടായത്? ഒക്കെ പറഞ്ഞു തീർത്തതല്ലേ? എന്റെ ബന്ധു പ്രേംരാജനെ രാഹുൽ തല്ലി. എന്തിന്? അയാൾ എന്റെ ബന്ധുവല്ല, ഞാനുമായി തെറ്റായ ബന്ധമുള്ള ഒരാളാണെന്ന് തല്ലി പറയിപ്പിക്കാനായിരുന്നു ശ്രമം. ഈ വിവാഹം നടക്കരുതെന്ന രാഹുൽ ഇപ്പോഴും ആഗ്രഹിക്കുന്ന. ആ പാവം ഹോസ്പിറ്റലിലാ ഉള്ളത്. കേസ് കൊടുക്കാൻ പോയതാ. ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. നാളെ നമ്മുടെ വിവാഹം നടക്കുകയല്ലേ, അതിനിടയില് ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. ഇതൊക്കെ മറ്റുള്ളവരറിഞ്ഞ നാണക്കേടല്ലേ റോഷൻ? മാന്യമായി ജീവിക്കുന്ന ഒരാളാ ഞാൻ. ഇങ്ങനെ ഒരു അപമാനം ഉണ്ടാക്കി എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? എനിക്ക് മാത്രമല്ല, റോഷനും കൂടി നാണക്കേടായത്. ഏട്ടത്തിയമ്മയെന്നൊക്കെ വിളിച്ച് സ്നേഹത്തോടെ ഇടപെട്ടതായിരുന്നു അവൻ. പെട്ടെന്നാണ് അവന്റെ സ്വഭാവം മാറിയത്. അതിന് പിന്നിൽ കീർത്തിയ. എനിക്കിത് സഹിക്കാവുന്നതിലപ്പുറമാണ് റോഷൻ. നാളെ നമ്മുടെ വിവാഹമാണ്. ഈ വീട്ടിലേക്ക് നാളെ മരുമകളായിട്ട് വലതുകാല് വെച്ച് കടന്നു വരേണ്ടവളാ ഞാൻ. രാഹുലിന്റെ പെരുമാറ്റം ഇങ്ങനെയാണെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടാവും റോഷൻ. ഞാനിപ്പോ എന്താ വേണ്ടത്? രാഹുലിനെ കീർത്തിയെ നിയന്ത്രിക്കണം. പ്രേമിനെ എന്നെയും കുറിച്ച് ഇനി അവര് സംസാരിക്കരുത്. റോഷൻ അവരെ നിലയ്ക്ക് നിർത്തണം. എത്ര ഇടി കൊടുത്തിട്ടും അവൻ പറയുന്നില്ല. പഠിച്ച കളനവൻ. നമ്മളിനി എന്ത് ചെയ്യും രാഹുൽ? നാളെ വിവാഹം. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഒരു കാരണവശാലും നാളെ കല്യാണം നടക്കരുത്. എന്റെ ഏട്ടന്റെ ജീവിതം കൊണ്ട് അവള് കളിക്കുന്നത്. രാഹുൽ, ഇവളെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാണ്. രണ്ടുപേരും കൂടി ചേർന്ന് ഇനി ഇവളെ വിഷമിപ്പിക്കരുത്. എന്താ മോനെ പ്രശ്നം? അച്ഛാ, പ്രേംരാജൻ ഇവൻ തല്ലിച്ചതച്ചു. ഇവളുമായി അവന് തെറ്റായ ബന്ധമുണ്ടെന്ന് പറയിപ്പിക്കാൻ ശ്രമിച്ചു. ഇപ്പോഴും രാഹുൽ എന്നെ സംശയിക്കുന്നു എന്നല്ലേ അതിനർത്ഥം? അതെ, സംശയമല്ല. നിങ്ങൾ തമ്മിൽ തെറ്റായ ബന്ധമുണ്ട്, അത് ഉറപ്പാ. ഞങ്ങളത് തെളിയിച്ചതുമാണ്. എന്ത് തെളിവ്? ഒക്കെ സംസാരിച്ച് തീർത്തതാ. റോഷനും അച്ഛനും അമ്മയും ഒക്കെ എന്നെ വിശ്വസിക്കുന്നു. പിന്നെ നിനക്കെന്താ ഈ വിവാഹം മുടക്കണമെന്ന് ഇത്ര വാശി? കീർത്തി, നിന്റെ മനസ്സിൽ റോഷനുണ്ടോ? ഈ വിവാഹം മുടക്കി ഇദ്ദേഹത്തെ തട്ടിയെടുക്കാനാണോ നിന്റെ പ്ലാൻ? ഇതിനുള്ള മറുപടി റോഷൻ സാർ എന്നെ പറഞ്ഞു കൊടുത്തേക്ക്. റോഷൻ സാർ, ഇവളൊരു ഫ്രോഡാണ്. വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ഇനിയും സമയമുണ്ട്. ഒന്നുകൂടി ചിന്തിച്ച് തീരുമാനിക്കുക. ഞാൻ തീരുമാനം എടുത്ത് കഴിഞ്ഞു കീർത്തി. അപ്പോ ഞാനും രാഹുലും തെറ്റുകാരായി. ഞങ്ങളെ നിങ്ങൾ അവിശ്വസിക്കുന്നത്. ഇവള് നല്ലവളായി. ഇനി ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. സാറിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. പക്ഷെ ഒന്നുറപ്പാ, സാർ എടുത്ത തീരുമാനം തെറ്റായി പോയെന്ന് സാർ തന്നെ പറയും. അതിനധികം നാള് കഴിയേണ്ടി വരില്ല. ഇതിനൊക്കെ എന്താ റോഷൻ മറുപടി നൽകാത്തെ? ഏട്ടനെ കുറിച്ചുള്ള എന്റെ ധാരണകളൊക്കെ തെറ്റി. ആത്മാഭിമാനമുള്ള ഒരാളും ഇവളെ പോലൊരു പെണ്ണിനെ വിവാഹം കഴിക്കില്ല. രാഹുൽ, ഏട്ടാ,
അവൻ പറയുന്നത് കേട്ടില്ലേ അമ്മ? പോട്ടെ മോളെ, ഞങ്ങൾക്ക് നിന്നെ വിശ്വാസമാ. വിവാഹം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടക്കും. നീ ഇതൊന്നും മനസ്സിൽ വെക്കരുത്. നല്ല മരുമകളായി നീ ഇവിടെ കഴിയുക തന്നെ വേണം. അപ്പോ രാഹുലിന്റെ മനസ്സ് മാറിക്കോളും. മോള് ചെല്ല്. ഒരുക്കങ്ങളൊക്കെ നടത്തേണ്ടതല്ലേ? ഇനി അധികം സമയമില്ലല്ലോ. അഞ്ജലി ചെല്ല. രാഹുലും കീർത്തിയും വിവാഹത്തിന് കൂടില്ലേ? പിന്നില്ലാതെ. ഈ പ്രശ്നമൊക്കെ കെട്ടുകഴിയുന്നതോടെ തീരും രവിയേട്ടാ. നീ എന്താ വൈകിയത്? വൈകി. പ്രേമിനെ അവൻ നന്നായി തല്ലിയല്ലേ? തിരിച്ചടിക്കായിരുന്നില്ലേ പ്രേമിന്? തിരിച്ചടിച്ചിരുന്നു. പിന്നെ വേണ്ടത് അവനെ കൊല്ലുക എന്നതാണ്. അതിന് സമയമായിട്ടില്ല അഞ്ജലി. നാളെ നിങ്ങളുടെ വിവാഹമല്ലേ? അത് കാണാൻ ഞാനിവിടെ വേണമല്ലോ. പിന്നെ ജയിലിൽ പോയാ നമ്മുടെ പ്ലാനൊന്നും നടക്കില്ലല്ലോ. സമയമാവട്ടെ, വേണ്ടത് ചെയ്യാം. രാഹുലിനും കീർത്തിക്കും നല്ല അടി റോഷനിന്ന് തന്നെ കിട്ടി. പ്രേമിനെ അവൻ തല്ലിയെന്ന് ഞാൻ റോഷനോട് പറഞ്ഞിരുന്നു. റോഷൻ എന്റെ ഭാഗം ചേർന്ന് അവനോട് സംസാരിച്ചു. ഇനി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കരുതെന്ന് പറഞ്ഞു. റോഷൻ പൂർണ്ണമായും എന്നെ ഉൾക്കൊണ്ടു തുടങ്ങി. അയാളുടെ മനസ്സില് ഇപ്പൊ ഞാനുണ്ട്. എന്താ പ്രേം വല്ലാതിരിക്കുന്നെ? നീ നാളെ റോഷന്റെ ആവാൻ പോവല്ലേ? എന്റെ പ്രേം തന്നെയാണോ ഈ പറയുന്നത്? ഞാൻ എങ്ങനെ അയാളുടേതാകും? ഞാനെന്നും പ്രേമിന്റേത് മാത്രമായിരിക്കും. വെറും ഒരു താലികെട്ടൽ ചടങ്ങ്. മനസ്സുകൊണ്ട് ഞാൻ അയാളുടെ ഭാര്യയല്ല. എനിക്കതിന് കഴിയുകയില്ല. ഈ ശരീരവും മനസ്സും എന്നും അയാളിൽ നിന്ന് അകന്ന് തന്നെ ഇരിക്കും. ഒക്കെ പ്രേമിന്റെ പ്ലാനാ. അതിന് ഞാൻ സമ്മതം മൂളിയെന്ന് മാത്രം. എന്നിട്ടിപ്പോ പ്രേം തന്നെ. നമ്മൾ തമ്മിൽ എന്നുമുള്ള ഈ കൂടിക്കാഴ്ച നാളെ കഴിഞ്ഞ ഉണ്ടാവില്ലല്ലോ. എന്നത്തെയും പോലെ സംസാരിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ അതിന് ശ്രമിക്കാം. എത്രയും പെട്ടെന്ന് നമ്മുടെ പ്ലാൻ നടത്തിയതിനു ശേഷം ഞാൻ പ്രേമിന്റെ അടുത്ത് എന്നേക്കുമായി തിരിച്ചെത്തും. പിന്നെ റോഷൻ നമുക്കിടയിൽ ഉണ്ടാവില്ല. ഒരു താലി കെട്ടുന്നു, പേരിന് മാത്രം. മറ്റൊരു ബന്ധവും എനിക്കില്ല. ഒന്നും മറക്കരുത് നീ. അവന്റെ സ്നേഹത്തിൽ വീണ് പോകരുത് നീ. ഏയ്, പ്രേമിന് എന്നെ അറിയില്ലേ? പ്രേമിന്റേതൊഴികെ മറ്റൊരാളുടെ സ്നേഹത്തിലും ഞാൻ വീണിട്ടില്ല, വീഴുകയുമില്ല. നാളെ ഞാൻ വിവാഹത്തിൽ പങ്കെടുക്കും. നിനക്ക് എതിർപ്പൊന്നുമില്ലല്ലോ? ഒരു എതിർപ്പുമില്ല. പ്രേമിന്റെ മുന്നിൽ വെച്ച് റോഷൻ എന്റെ കഴുത്തിൽ താലി കെട്ടുന്നതിനായി നിന്നുകൊടുക്കാൻ എനിക്ക് കഴിയുമെന്ന് സംശയമുണ്ട്. അത് നടക്കും. ഒക്കെ ഭംഗിയായി നടക്കും. നാളെ മുതൽ നമ്മൾ പുതിയ ലക്ഷ്യത്തിലേക്ക് നീങ്ങിയാണ് അഞ്ജലി. അതെ. പാവം റോഷൻ.
എനിക്കറിയാം റോഷൻ ഈ രാത്രി ഉറക്കം വരില്ലെന്ന്. അതുകൊണ്ടാ വിളിച്ചത്. എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും കീർത്തിയെ മറക്കാൻ കഴിയുന്നില്ല. നാളെ എന്റെ വിവാഹമാണ്. എന്നിട്ടും അഞ്ജലി അല്ല എന്റെ മനസ്സിലേക്ക് വരുന്നത്, കീർത്തിയാണ്. ഒക്കെ മറക്കണം. തമാശയല്ല വിവാഹ ജീവിതം എന്ന് ഓർമ്മ വേണം. അഞ്ജലിയെ സ്നേഹിച്ചു തുടങ്ങണം. ഒക്കെ തീരുമാനിച്ചുറപ്പിച്ചത് റോഷനാ. അവസാന നിമിഷം മനമാറ്റം ഉണ്ടാവരുത്. പിന്നെ കീർത്തി രാഹുലിന്റെ പെണ്ണാവാൻ പോകുന്ന കാര്യം ഓർമ്മ വേണം. ഒന്നും മറന്നിട്ടില്ല ദേവികെ. ഞാൻ എത്ര ശ്രമിച്ചിട്ടും കീർത്തി മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഞാൻ എന്താ ചെയ്യ? സ്വന്തം അനുജനോടും കീർത്തിയോടുള്ള വാശിക്കാണോ ഈ വിവാഹം നടക്കുമെന്ന് റോഷൻ പറഞ്ഞത്? ഏയ്, റോഷന്റെ മനസ്സിൽ കീർത്തിയാണെന്ന് അറിഞ്ഞാ രാഹുലിന് വിഷമാവും. അതുകൊണ്ട് ഒക്കെ മറക്കുക. അഞ്ജലിയെ സ്നേഹിക്കാൻ തുടങ്ങുക. നാളെ റോഷൻ പുതിയൊരു ജീവിതം തുടങ്ങുക. സന്തോഷത്തോടെ വേണം അഞ്ജലിയുടെ കഴുത്തിൽ താലി കെട്ടാൻ. ആഗ്രഹിച്ച പെണ്ണിനെ റോഷന് കിട്ടിയില്ല എന്ന് കരുതി ജീവിതം അവിടെ തീരുവോ? ദൈവം കൈപിടിച്ചു തന്ന പെണ്ണിനെ സ്വീകരിക്കുക, സ്നേഹിക്കുക, ജീവിതത്തിന്റെ ഭാഗമാക്കുക. അതാ വേണ്ടത്. ഈ രാത്രി മുതൽ റോഷന്റെ മനസ്സിൽ കീർത്തിയില്ല, അഞ്ജലി മാത്രമേ ഉള്ളൂ. സ്വപ്നത്തിൽ പോലും കീർത്തി ഉണ്ടാവരുത്. ഞാൻ ശ്രമിക്കാമെന്നേ എനിക്ക് പറയാൻ കഴിയൂ. ഞാൻ അടുത്തുണ്ടായിരുന്നെങ്കിലേ ആ തലമണ്ടയ്ക്ക് ഒരു കിഴുക്ക് തന്നേനെ. എന്തായാലും സന്തോഷം നിറഞ്ഞൊരു റോഷനെയാ നാളെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉറക്കൊളയ്ക്കരുത്. നാളെ തന്റെ വിവാഹമാണെന്ന കാര്യം ഓർമ്മ വേണം. ഉറങ്ങാൻ നോക്ക്. നാളെ കാണാം റോഷൻ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വിവാഹത്തിന് പോകുന്നില്ലേ? എന്തിനു പോണം? ആ പാവം അഞ്ജലിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണാനോ? എനിക്കത് കണ്ടു നിൽക്കാൻ കഴിയില്ല അമ്മ. അദ്ദേഹത്തിന്റെ ജീവിതം ഇതോടെ തീർന്നു. അഞ്ജലിയല്ല, റോഷൻ സാറാ എന്നെയും രാഹുലിനെയും തോൽപ്പിച്ചു കളഞ്ഞത്. അഞ്ജലിയുടെ വിജയച്ചിരി കാണാൻ ഞാൻ പോകുന്നില്ല അമ്മ. വിജയവും പരാജയവും ഒക്കെ അവിടെ കിടക്കട്ടെ. നീ വിവാഹത്തിന് പോണം. നീ ചെന്നില്ലെങ്കിലേ റോഷൻ അത് വിഷമാവും. അവര് വിരലിനെണ്ണാവുന്നവരെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ. നിന്നോട് നല്ല അടുപ്പമുണ്ട് അവന്. അടുത്ത സുഹൃത്തല്ലേ. നീ പോയേ പറ്റൂ. അടുപ്പമുണ്ട്, സുഹൃത്തുമാണ്. എന്നിട്ടും ഞാൻ പറഞ്ഞത് വിശ്വസിച്ചില്ലല്ലോ അമ്മ. നീ പറഞ്ഞതൊക്കെ അവൻ വിശ്വസിച്ചിട്ടുണ്ട്. എന്നിട്ട് വിവാഹത്തിൽ നിന്ന് പിന്മാറിയില്ല. എനിക്ക് തോന്നുന്നത് അവൻ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്നാ. അല്ലെങ്കിൽ റോഷൻ പെട്ടെന്ന് ഇങ്ങനെ മനസ്സ് മാറ്റില്ല. ചെല്ലുമോളെ, കെട്ട് നടന്നിട്ടില്ല. ഇനി സമയമുണ്ട്. ഒരുപക്ഷെ ദൈവം നിനക്കും രാഹുലിനുമായി അവിടെ എന്തെങ്കിലും സർപ്രൈസ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. റോഷൻ നല്ലവനാ. അതുകൊണ്ട് തന്നെ ദൈവം അവൻ ഒരു ആപത്തും വരുത്തില്ല. ഇവിടെ തോറ്റിരിക്കാതെ അവിടേക്ക് ചെല്ല്. ആ വിവാഹം നടക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യ്. ഇനിയും സമയമുണ്ട് മോളെ. നീ ചെല്ല്. രാഹുലും കാണൂല്ലോ അവിടെ. ഞാൻ പോവാം. എന്തോ എന്റെ മനസ്സ് പറയുന്നു ഈ വിവാഹം നടക്കില്ലെന്ന്.
അച്ഛ വിടച്ച നീ അങ്ങ് നടക്ക്. നടന്നേ. എന്താ ഇത്? അങ്ങനെ പിണങ്ങിയിരിക്കാൻ വിടുവോ നിന്നെ? നീ വേണം ചേട്ടനെ ഒരുക്കാൻ. സാധാരണ കല്യാണ ചെറുക്കനെ അണിയിച്ചൊരുക്കുന്നത് അവന്റെ സുഹൃത്തുക്കളാ. ഇവനാണെങ്കി അവരെ ആരും ക്ഷണിച്ചിട്ടുമില്ല. നീ വേണം അതൊക്കെ ചെയ്യാൻ. ഇവൻ റോഷന്റെ അനുജൻ മാത്രമല്ല, സുഹൃത്തു കൂടിയല്ലേ. എനിക്ക് വയ്യ. ഞാൻ ഈ വിവാഹത്തിന് കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒരുക്കാനുമില്ല, ആനയിക്കാനുമില്ല. നിന്റെ ദേഷ്യം തീർന്നില്ലേ? എനിക്കാരുടെ ദേഷ്യമൊന്നുമില്ല. കുറച്ച് വിഷമമുണ്ട്. എന്റെ വാക്ക് നിങ്ങൾ ആരും ചെവി കൊണ്ടില്ല. എന്നെ അവിശ്വസിച്ചു. നീ ഇനി ഒന്നും പറയണ്ട. ചെന്നവനെ ഒരുക്ക്. വാരി വേട്ട. ഏട്ടന്റെ വിവാഹം നടന്നു കാണാൻ എല്ലാവരെ പോലും ഞാനും ആഗ്രഹിച്ചതാ. പക്ഷെ ഇങ്ങനൊരു പെണ്ണിനെ ഏട്ടൻ വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഏട്ട അവളൊരു ഫ്രോഡാണ്. ഏട്ടനെ ചതിക്കുക അവള്. രാഹുൽ, മതി. അക്കാര്യം ഇനി സംസാരിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. ഇല്ല, ഞാൻ സംസാരിക്കുന്നില്ല. അച്ഛനും അമ്മയും ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ എന്നെ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, അവൾ ഏട്ടന്റെ കൈയും പിടിച്ച് ഈ വീട്ടിലേക്ക് കയറുന്ന നേരം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. രാഹുൽ, മറ്റൊരുവന്റെ തോളത്ത് കൈയിട്ട് നടക്കുന്നവള് എന്റെ ഏട്ടന്റെ ഭാര്യയായിട്ട് കഴിയുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. രാഹുൽ, എന്താ ഇത്? നല്ലൊരു ദിവസമാണെന്ന്. എന്തിനാ എല്ലാവരുടെയും സന്തോഷം കെടുത്തുന്നത്? ആർക്ക് നല്ല ദിവസം? എന്റെ ഏട്ടന്റെ ജീവിതത്തിലെ നല്ല ദിവസം അല്ല എന്ന്. ഏറ്റവും മോശം ദിവസ. രാഹുൽ, എല്ലാ കാര്യത്തിലും ഞാൻ നിന്റെ ഒപ്പം നിൽക്കാറുണ്ട്. നീ എന്റെ ഒപ്പം. ഞാൻ പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കുകയാണ്. പിണക്കമൊക്കെ മറന്നു നീ എൻ്റെ കൂടെ ഉണ്ടാവണം. ഞാൻ അഞ്ജലിയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോ അച്ഛനും അമ്മയ്ക്കൊപ്പം നീയും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. അഞ്ജലിയുടെ കൈയും പിടിച്ച് ഞാൻ ഈ വീട്ടിലേക്ക് വരുമ്പോ സ്വീകരിക്കാൻ എൻ്റെ അനുജൻ വേണം. നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആ നിമിഷം ഞാൻ അവളെയും കൂട്ടി ഇവിടുന്ന് ഇറങ്ങും. പിന്നെ ഒരിക്കലും നമ്മൾ തമ്മിൽ കണ്ടെന്ന് വരില്ല. ഏട്ടാ, അവൾക്കൊപ്പം ചേർന്ന് ഏട്ടൻ എന്നെ തോൽപ്പിക്കുകയാണോ? ദാ, ഇവിടെ തോൽവിയും ജയമൊന്നുമില്ല. നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടിട്ടാ എല്ലാരും വിവാഹപ്പന്തലിലേക്ക് ഇറങ്ങുന്നത്. ഞാനും അങ്ങനെയൊക്കെ തന്നെ. അഞ്ജലിയെക്കുറിച്ച് പറഞ്ഞ അപവാദങ്ങളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി വിശ്വസിക്കുകയില്ല. ആരെന്ത് പറഞ്ഞാലും ഞാൻ അഞ്ജലിയുടെ കഴുത്തിൽ താലി കെട്ടും. ഞാൻ പറഞ്ഞത് ഏട്ടൻ വിശ്വസിച്ചതാ. ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചതുമാണ്. പക്ഷെ പെട്ടെന്ന് തീരുമാനം മാറ്റി. അഞ്ജലിയുമായിട്ടുള്ള വിവാഹം നടത്തുമെന്ന് ഒരു വാശിയുടെ ഏട്ടൻ പറഞ്ഞു. എന്താ അതിന് കാരണം? പെട്ടെന്നുള്ള മനമാറ്റത്തിന് എന്താ കാരണം? എനിക്ക് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ടായിരുന്നു. ശരിയാണ്, ഈ വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിച്ചതാ ഞാൻ, പ്രാർത്ഥിച്ചതാ ഞാൻ. കാരണം എന്റെ മനസ്സിൽ വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ മനസ്സിൽ ഞാനുണ്ടോന്ന് എനിക്കറിയില്ലായിരുന്നു. എങ്കിലും എന്റെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ ഞാൻ തീരുമാനിച്ചു. അവൾക്ക് സമ്മതമാണെങ്കിൽ അഞ്ജലിയായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറി അവളുടെ കഴുത്തിൽ താലി കെട്ടുമെന്ന് ഞാൻ തീരുമാനിച്ചു. പിന്നീട് ഞാൻ അറിഞ്ഞു മറ്റൊരാളുടെ മനസ്സിലും അവളുണ്ടെന്ന്. അവളെ വിവാഹം കഴിക്കാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ഏട്ടൻ പറ, ഏതാ കുട്ടി? ഞാൻ പറയാം ഏട്ടന്റെ മനസ്സിൽ അവളോട് സ്നേഹമുണ്ടെന്ന്. ഏട്ടനെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും കാണുമോ ഈ ഭൂമുഖത്ത്? അവൾ സമ്മതിക്കും. ഏട്ടന്റെ അവളുടെ വിവാഹം നടത്താം. വേണ്ട, മറ്റുള്ളവരുടെ സങ്കടം കണ്ട് ആനന്ദിക്കുന്നവനല്ല ഈ റോഷൻ. ഒക്കെ മറക്കാൻ ശ്രമിക്കാൻ ഞാൻ. എനിക്ക് വേണ്ടി ഒരു പെൺകുട്ടി വിവാഹ മണ്ഡപത്തിൽ കയറാൻ ഒരുങ്ങുകയാണ്. ഇനി എന്റെ സ്വപ്നത്തിലും ജീവിതത്തിലും അവൾ മാത്രമേ ഉള്ളൂ. ആഗ്രഹിച്ച പെൺകുട്ടിയെ കിട്ടാതായപ്പോഴാണ് ഞാൻ ഈ വിവാഹത്തിന് ഒരുങ്ങിയത്. ഇനി ഇവള് മതി എനിക്ക്. രാഹുൽ, സന്തോഷത്തോടെ വേണം ഈ വിവാഹം നടക്കാൻ. ഓക്കെ, ഞാനിപ്പോ ഹാപ്പിയാണ്.
നീ പറഞ്ഞില്ലേ വിവാഹ ചടങ്ങിൽ നീ വരില്ലെന്ന്. നിനക്ക് വരാതിരിക്കാൻ പറ്റുമോടാ? ഡാ, ഏട്ടനോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീ വന്നിരിക്കും. അഞ്ജലിയെ കുറിച്ച് ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ഒക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ഏട്ടാ